സീനിയർ വാഴന്നതിൽ ജൂനിയർ വാഴ മാത്രമേ ഉപദേശങ്ങൾ ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല. വില്ലി ചേട്ടൻ എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത്. നമുക്കൊന്നും അറിഞ്ഞൂടാ, നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല. പുള്ളി പ്രിപ്പയർ ആയിക്കൊന്നും പറഞ്ഞു, വേറെ ഒന്നും പറയുന്നില്ല. അറ്റൻഡ് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ. എല്ലാം പ്രേക്ഷകരെ നിങ്ങളെ സപ്പോർട്ടാണ്, മീഡിയയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചത്. സന്തോഷമുണ്ട്. താങ്ക് യു. ഈ കാണുന്ന സപ്പോർട്ട് താങ്ക് യു. ഓൾറെഡി നിങ്ങൾക്ക് ഫാൻസ് കൂടുതലാണല്ലോ, അപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടെ വേറെ മൂഡായി. ഫുള്ളൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ് പോയത്. ഹാഫല്ലേ ഒരു പകുതിയോളം നാട്ടിൽ, പകുതിയോളം പുറത്തോട്ടുണ്ട്. വാഴയിലുള്ള ദേ പുളിയുണ്ടല്ലോ, ആ പുളി ഇതിലും കാണാമോ? ഉണ്ടാവണമല്ലോ. പുളിയാണോ പുള്ളിയാണോ? താഴെയുള്ളവരും ഇതിനകത്തുണ്ടാവും. എന്തൊക്കെയാണെങ്കിൽ പുതിയ കുറേ ആൾക്കാർ, പുതിയ കഥാപാത്രങ്ങളൊക്കെ. വിപിൻ ദാസ് യൂണിവേഴ്സ് പ്രതീക്ഷിക്കാമോ? സിനിമാറ്റിക് യൂണിവേഴ്സ് ഉള്ള യൂണിവേഴ്സൊക്കെ പോലെ യൂണിവേഴ്സായിട്ടൊന്നുമല്ല. അത് ഓരോ നമ്മൾ വാഴ ഒന്നിൽ നിന്നും വാഴ ടൂറിൽ വരുന്നത് തന്നെ പുതിയ കുറേ പേർക്കുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഡയറക്ഷൻ ടീമിൽ, ക്യാമറ ടീം, ആർട്ട് ടീമിൽ, മ്യൂസിക് ടീമിലുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്പണിംഗ് പോലെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ സിനിമ എൻ്റെ കൂടെയുള്ളവർക്കുള്ള ആവശ്യം പോലെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഷറിനാണെങ്കിലും ഡയറക്ടർ സവിൻസാണെങ്കിലും, സവിനിലൂടെ ജയജയും ഇതിലുള്ള ഡയറക്ടറാണ്, അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ക്യാമറ എന്നില്ലെങ്കിലും ഇതിലൂടെ അന്താക്ഷരി മുതലുള്ളതാണ്. അപ്പം ഇവരൊക്കെ ഒരു ടീമാണ്. അപ്പം വാഴ ടൂര് ക്യാമറ ചെയ്ത ആൾക്കാർ ഇതിൽ ലൈലുവിൻ്റെ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാം സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെല്ലാം മാറി മാറി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിന് കുറേ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഡയറക്ഷൻ ടീമിനും ക്യാമറ ടീമിനും മാത്രമല്ല. പുതിയ ബെൽറ്റാണോ? ബെൽറ്റൊന്നുമല്ല, ഞങ്ങളെ എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു അല്ല, സിനിമ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ്. ഒരു ഡയറക്ടറിൻ്റെ, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ കഥ വെച്ച്, പ്രത്യേകിച്ച് ഇച്ചിരി ഇൻട്രോവർട്ടും കൂടെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പുറത്തുപോയി കഥ വെച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറവുണ്ടാവില്ല. ഈ പറഞ്ഞ കഥ വെച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ അതിനകത്തുള്ളൂ. അതിനകത്ത് കുറച്ച് സീരിയസ്, ഇപ്പം അസിസ്റ്റൻ്റ് ഓരോ സതീഷാണ് കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ വാഴയിലെ അച്ഛനും പുതിയ വാഴയിലെ അച്ഛനാണ്. ഇപ്പോൾ സുധീഷാണ് പോലെ വേറെയും 4 അച്ഛന്മാർ, പുതിയ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ്. വാഴയിൽ നമ്മൾ 6 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഒരു 5-6 പേര് മ്യൂസിക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷൂട്ടിൻ്റെ അടുത്ത് അവരൊക്കെ കഴിച്ചിട്ട് ഫൈനൽ പരിപാടിയിലോട്ട്. ഈ വാഴ ബേസിക്കലി പ്രേക്ഷകർക്ക് ഒരുപാട് ഈ ജനറേഷന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സംഗതിയായിരുന്നല്ലോ, അതിൻ്റെ ഈ പോയിന്റ് ആണ്. ഇപ്പോൾ വാഴ 2 യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചേർക്കപ്പെടുത്തിയിരിക്കുന്നത്. അതെ അതെ, വാഴ 2 നമുക്ക് റിലേറ്റബിലിറ്റി മാത്രമാണ് ഈ പടത്തിൻ്റെ കണക്ഷൻ പോയിന്റ്. അതല്ലാതെ വേറൊന്നും എഴുതിയിട്ടില്ല. അതേപോലെ ഈ ജനറേഷൻ്റെ ഭയങ്കര ഇപ്പം വാഴയിലും ഇവരുടെ ഒരു അച്ഛന്മാരായിട്ട് ഭയങ്കരമായിട്ട് തിളങ്ങിയ ഇതാണല്ലോ. അപ്പോൾ ഇവരുടെ പ്രതീക്ഷകൾ അതാ ഇത് പഴയ വാഴ, പുതിയ വാഴ, പുതിയ അച്ഛന്മാർക്ക് വഴിമാറി കൊടുത്തു. അല്ല, വളരെ സന്തോഷമുണ്ട്. കാരണം വാഴ ഗംഭീര സിനിമയായിരുന്നു. നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച ഫിലിമാണ്. അപ്പോൾ 2ാം ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. വളരെ സന്തോഷം. താങ്ക് യു എല്ലാവരും.